നമസ്കാരം, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. വീനസ് പൈപ്സ് ആൻഡ് ട്യൂബ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയ് 11 മുതൽ 13 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. വെറും 165.41 കോടി രൂപ മാത്രമാണ് ഇവർ വിപണിയിൽ നിന്ന് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മുഴുവനും ഫ്രഷ് ഓഹരികളാണെന്നുള്ളതാണ്. ഓഫർ ഫോർ സെയിൽ ഒന്നുമില്ല, എല്ലാം ഫ്രഷ് ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്കിനിയും ഈ കമ്പനിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. വീനസ് പൈപ്സ് ആൻഡ് ട്യൂബ്സ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനി ഗുജറാത്തിലെ കച്ച് എന്നുള്ള സ്ഥലത്ത് ബേസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ പൈപ്സും ട്യൂബ്സും തന്നെയാണ്. അത് മാനുഫാക്ചറിങ് കൂടാതെ എക്സ്പോർട്ടിങ് കൂടിയുണ്ട്. ഇതെല്ലാ മേജർ ഇൻഡസ്ട്രികളിലും യൂസ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണല്ലോ ഈ സ്റ്റീൽ പൈപ്സും ട്യൂബ്സും എന്നൊക്കെ. അതായത് ഫാർമസ്യൂട്ടിക്കൽ, പിന്നെ കെമിക്കൽസ്, ഓയിൽ, ഗ്യാസ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള ഇൻഡസ്ട്രികളിലും യൂസ് ചെയ്യപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇവരുടേത്. ഗുജറാത്തിലെ കച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ മെയിൻ ഫാക്ടറി എന്ന് പറഞ്ഞല്ലോ. അവിടുത്തെ 12 ഏക്കറോളം വരുന്ന ആ ഫാക്ടറിയുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 10,800 മെട്രിക് ടൺ പെർ ആനമാണ്. ഒരു പ്രതിവർഷം 10,800 മെട്രിക് ടൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവരുടെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്ന വീനസ് എന്നാണ്. വീനസ് എന്നുള്ള ബ്രാൻഡിലാണ് ഈ പൈപ്പുകളും ട്യൂബ്സും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവരുടെ പ്രധാന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എല്ലാ ലീഡിംഗ് വ്യവസായശാലകളുമാണെന്ന് തന്നെ പറയാം. അതായത് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ലോഗോകൾ നോക്കിയാൽ അറിയാം, അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ലോഗോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ BHEL ഉണ്ട്, പെട്രോളിയം കമ്പനികളുണ്ട്, അദാനി ഗ്രൂപ്പ് ഉണ്ട്, സിപ്ലൈ ഉണ്ട്, ഇങ്ങനെ ഗോദ്രേജ് അടക്കമുള്ള പ്രധാന കമ്പനികളെല്ലാം തന്നെ ഇവരുടെ കസ്റ്റമേഴ്സ് ആയിട്ട് വരും. 18ഓളം രാജ്യങ്ങളിലേക്ക് വീനസ് പൈപ്സ് ആൻഡ് ട്യൂബ്സിൻ്റെ പ്രോഡക്റ്റുകൾ കയറ്റി അയക്കപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ബ്രസീൽ, UK, ഇസ്രായേൽ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ, അതുകൂടാതെ യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കപ്പെടുന്ന പ്രോഡക്റ്റാണിത്. വീനസിൻ്റെ പ്രധാന പ്രൊമോട്ടേഴ്സ് മേഘറാം സംഗ്രാംജി ചൗധരി, ജയന്തിറാം മോട്ടിറാം ചൗധരി, ധ്രുവ് മഹേന്ദ്രകുമാർ പട്ടേൽ, അരുൺ അക്ഷയ് കുമാർ കോത്താരി എന്നിങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പ്രധാന പ്രൊമോട്ടേഴ്സ്. ഇവർ ഇഷ്യൂവിന് തൊട്ട് മുമ്പ് ഇവരുടെ കൈവശം 64.27% ഓഹരികളാണുള്ളത്. ഏകദേശം 50 ലക്ഷത്തിലധികം ഓഹരികളാണ് ഇപ്പോൾ പുതുതായിട്ട് അവർ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൂടി ഇതിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ഹോൾഡിംഗ് ശതമാനം 48.20 വരും. ഏകദേശം 16% കുറവ് സംഭവിക്കും. പുതിയ ഓഹരികൾ വരികയാണല്ലോ, അതും കൂടി ചേരുമ്പോൾ. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ലാഭത്തിൽ പോകുന്ന ഒരു കമ്പനി തന്നെയാണ് വീനസ് എന്ന് നമുക്ക് മനസ്സിലാവും. 2019 റവന്യൂ കാണുന്നത് 120.5 കോടിയാണ്. ആ സമയത്ത് അതിൻ്റെ ലാഭം 3.8 കോടിയാണ്. അത് 2020 ആയപ്പോൾ 179.3 കോടിയുടെ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് ഇൻകം അല്ലെങ്കിൽ ലാഭം 4.1 കോടിയായിട്ട് വർദ്ധിക്കുകയുണ്ടായി. ഇനി 2021 ആയപ്പോഴത്തേക്ക് ഈ 179 എന്നുള്ളത് 312 എന്നുള്ള ലെവലിലേക്ക് 312 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട് റവന്യൂ. അതുപോലെ തന്നെ നെറ്റ് ഇൻകം 23.7 വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കയ്യിൽ ഇവിടെ കിട്ടിയിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്ക് 3 ക്വാർട്ടറിലെയാണ്. 2021-22 ധനകാര്യ വർഷത്തെ 3 ക്വാർട്ടറിലെ ഫലം തന്നെ നോക്കുക. അതും 278.3 കോടിയുടെ റവന്യൂ കാണിക്കുന്നുണ്ട്. നെറ്റ് ഇൻകത്തിൽ 23.6 എന്നുള്ള ഫിഗറാണ് കാണിക്കുന്നത്. അപ്പോൾ കമ്പനി ക്രമമായിട്ട് ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ ബിസിനസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ വ്യാവസായിക മേഖലകളിലും, വിവിധ തരത്തിലുള്ള വ്യവസായ മേഖലകളിൽ ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണല്ലോ ഇവർ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് വളരെയധികം ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇവരുടെ ബിസിനസ് മോഡലും നല്ലതാണ്. അതുകൊണ്ട് ഈ കമ്പനി ഒരു നിക്ഷേപിക്കാൻ കൊള്ളാവുന്ന ഒരു കമ്പനി തന്നെയാണെന്നാണ് ഫിനാൻഷ്യൽസ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. എല്ലാം തന്നെ ഫ്രഷ് ഇഷ്യൂ ആണല്ലോ. അപ്പോൾ ഇതുവഴി കിട്ടുന്ന ഈ 165.41 കോടി രൂപ അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, ഇവരുടെ പ്ലാന്റിൻ്റെ. അതുപോലെ തന്നെ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ
ഓപ്പറേഷണൽ കോസ്റ്റ് ഓപ്റ്റിമൈസേഷൻ, മാനുഫാക്ചറിങ് ഫെസിലിറ്റി സപ്പോർട്ട്, പിന്നെ ഹോളോ പൈപ്പ് മാനുഫാക്ചറിങ്ങിൻ്റെ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇവർ ഈ ഫണ്ട് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ലോങ് ടേം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട്, പിന്നെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് പർപ്പസസിന് വേണ്ടിയിട്ടും ആണ് ഈ 165.41 കോടി രൂപ റേസ് ചെയ്തിട്ട് അത് ഉപയോഗിക്കാൻ പോകുന്നത്. 2021 വാല്യുവേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ EPS 18.04, PE റേഷ്യോ 17.18, 18.07 എന്നുള്ള റേഞ്ചിലാണ് കാണുന്നത്. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 59.18% ആണ്. ബുക്ക് വാല്യൂ 30.48 പെർ ഷെയർ ആണ്. ഇനി ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഡേറ്റുകൾ നമുക്കറിയാം. 11-ാം തീയതി ഓപ്പൺ ചെയ്തിട്ട് 13-ാം തീയതിയാണ് ഇത് മെയ് മാസത്തിൽ ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളത്. പ്രൈസ് ബാൻഡ് 310 രൂപ മുതൽ 326 രൂപ വരെയാണ്. അപ്പോൾ 326 ആണ് അപ്പർ ബാൻഡ്. ഇതിൽ ഫ്രഷ് ഇഷ്യൂ ആണ് എല്ലാം. 50,74,100 ഓഹരികളാണ് ഇവർ ഫ്രഷായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഒട്ടും തന്നെ ഓഫർ ഫോർ സെയിൽ ഇല്ല. അപ്പോൾ എല്ലാം ഫ്രഷ് ഓഹരികളാണ്. അപ്പോൾ ടോട്ടൽ വരുന്ന സൈസ് 165.42 കോടിയാണ്. അത് ടോട്ടൽ നോക്കുമ്പോൾ ഈ അപ്പർ ബാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും ഓഹരികൾ 165.42 കോടി രൂപയാണ്. അപ്പോൾ നമുക്ക് മിനിമം അപ്ലൈ ചെയ്യേണ്ടത് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം 46 ഓഹരികളാണ്. 46 ഓഹരി ഒരു ലോട്ട്. അങ്ങനെ 13 ലോട്ട് വരെ ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ 10 രൂപയുടെ ഓഹരിയാണ് ഇതെന്ന് ഓർത്തോളം. 10 രൂപയുടെ ഓഹരിക്കാണ് ഈ 326 രൂപ ഇട്ടിരിക്കുന്നത്. റീറ്റെയിൽ അലോക്കേഷൻ എന്ന് പറയുന്നത് 35% ഉണ്ട്. കമ്പനി പ്രോഫിറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. 35% റീറ്റെയിലേഴ്സിന് സെബി അനുവദിച്ചിട്ടുണ്ട്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയാണ്. ഇനി ഇതിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 19-ാം തീയതിയാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്. 19th May. കിട്ടാത്തവർക്ക് റീഫണ്ട് 20-ാം തീയതി തന്നെ കിട്ടും. കിട്ടിയ ഓഹരി അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഇതിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നത് 23-ാം തീയതിയാണ് മെയ് മാസത്തിൽ. ലിസ്റ്റ് ചെയ്യുന്നത് 24-ാം തീയതിയുമാണ്. അപ്പോൾ ഇതിന് പ്രോഫിറ്റിൽ പോകുന്ന ഒരു കമ്പനിയാണ്. മാത്രമല്ല ഇതിൻ്റെ പ്രോഡക്റ്റുകളും ഇത് ഇടപെടുന്ന മറ്റ് ഇൻഡസ്ട്രികൾ, ഇവരുടെ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രികളും എല്ലാം നോക്കുമ്പോൾ ഒരു വളരെ മികച്ചു നിൽക്കുന്ന ഒരു കമ്പനി തന്നെയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഗുജറാത്ത് ബേസ്ഡ് ആണ്. ഗുജറാത്തികൾ പൊതുവേ വളരെ അധ്വാനികളായിട്ടുള്ള എൻ്റർപ്രണേഴ്സ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഇത് നിക്ഷേപയോഗ്യമാണ്. ഇത് പ്രത്യേകിച്ച് ലോങ് ടേം ആയിട്ടും നിക്ഷേപിക്കാൻ പറ്റിയ ഒരു ഓഹരിയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഓഹരി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്നറിയാത്ത പുതിയ നിക്ഷേപകരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഓഹരി അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ കമ്പനിയുടെ രജിസ്ട്രാർ കേഫിൻ ടെക്നോളജീസ് ആണ്. അതുപോലെ ലീഡ് മാനേജേഴ്സ് SMC ക്യാപിറ്റൽ ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുമാണ്. ഇനി ഒരു ബ്രോക്കറിൻ്റെ അടുത്തൊരു ട്രേഡിംഗ് അക്കൗണ്ടേ ഓപ്പൺ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ. വീനസ് പൈപ്സ് ആൻഡ് ട്യൂബ്സ് ലിമിറ്റഡിൻ്റെ IPO വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.